അനിമോള് നെവിനോട് പറഞ്ഞ കാര്യം അതേപടി നെവിൻ ചെന്ന് അനീഷേട്ടനോട് പറയുകയാണ്. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നെവിൻ ചെന്ന് അനീഷേട്ടനോട് പറയണം, അനീഷേട്ടാ വിഷമിക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അനീഷേട്ടൻ മനസ്സ് വേദനിക്കരുത്. അപ്പം അനീഷേട്ടൻ പറയുന്നു അതെ, എൻ്റെ പിറക്കാത്ത പോയ ചേട്ടനാണ്, എൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ഫ്രണ്ടാണ്, എല്ലാമാണ് അനീഷേട്ടൻ. അനീഷേട്ടനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, ആ ഓക്കെ നെവിൻ പൊക്കോ. അനീഷേട്ടൻ വിഷമിക്കണ്ട, ഒരു മാങ്ങാണ്ടി ആൺമാങ്ങാണ്ടി ഇട്ട ഒരു പെൺമാങ്ങാണ്ടിയും വേണം. പക്ഷേ അനീഷേട്ടൻ്റെ അടുത്ത് കിടന്നത് ഒരു പൊട്ട മാങ്ങാണ്ടിയാണെന്ന് ഓർത്താൽ മതി. അനീഷേട്ടന് സുന്ദരികളായ പെണ്ണിനെ കിട്ടും. അപ്പം നെവിനോട് അനീഷ് പറഞ്ഞു, ശരി നെവിൻ എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നെവിൻ പറയാണ്, അനീഷേട്ടനെ കൊണ്ട് 2 വർഷത്തിനുള്ളിൽ ഞാനൊരു കുഞ്ഞിക്കാല് കാണിക്കും കണ്ടോ, എന്നിട്ട് ഞാൻ വന്ന് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഓരോ കരിവള ഇടും, അനീഷേട്ടൻ നോക്കിക്കോ എന്ന് പറയുന്നു. അപ്പോൾ അനീഷേട്ടൻ ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊക്കെ പോകാൻ പറ, സുന്ദരികളെ കിട്ടും. നേരത്തെ അറിഞ്ഞിരുന്നാൽ ഞാനിതൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു, ഇനിയും ഞാൻ സമ്മതിക്കത്തില്ല. അനീഷേട്ടൻ മുന്നോട്ട് പോകണേ ആ ടയർ ഞാൻ കുത്തി പൊട്ടിക്കും, എന്നിട്ട് കറുത്ത പൂച്ചയെ ഞാൻ വണ്ടിക്ക് വട്ടം ചാടിക്കും, ഇവളുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്, കാരണം ശകുനമായിട്ട് എന്നൊക്കെ നെവിൻ പറയണം. അതുകൊണ്ട് ഇവളെ കെട്ടാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം ഷാനവാസ് പറയുന്നത്, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യാൻ നോക്കാം എന്ന് പറയുന്നു. എന്തായാലും ശരി, ഇവളെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അനീഷേട്ടാന്ന് പറയുന്നു. അനീഷ് പറയുന്നു, നെവിൻ പോയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ അവൾ പറഞ്ഞു, ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അനീഷേട്ടൻ്റെ ഗെയിമിനെ ബാധിക്കരുത്, അനീഷേട്ടൻ ഡൗൺ ആവരുത്. അവളുടെ വിചാരം ഇത് കേട്ടാടനെ അനീഷേട്ടൻ കരഞ്ഞു കൂവി ഇരിക്കുമെന്നാണ് എന്ന്. അപ്പം നൂറ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് നൂറ ചെന്ന് പറയുന്നുണ്ട്, അവനോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അനുമോള്, അവൻ എന്തൊക്കെയോ ചെന്ന് അനീഷേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പോൾ അവൻ നിർത്തിക്കളഞ്ഞ്, എന്തായാലും അവൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും എന്ന് പിന്നെ നൂറ അനുമോളോട് പറയുന്നു. പക്ഷെ അവിടെ കേട്ടത് മൊത്തം ഇവിടെ വന്ന് പറയുകയും ചെയ്തു.